ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. അങ്ങനെ ഏറെ നാളത്തെ പ്രതീക്ഷയും ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ആട് 3 ഷാജി പാപ്പനും പിള്ളേരും അങ്ങോട്ട് ഇന്ന് എത്തിയിരിക്കുകയാണ് തിയേറ്ററുകളിൽ. സിനിമ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്ന പോലെ റിട്ടേണും ഡയറക്ഷനും, അതായത് രജനി സംവിധാനം ചെയ്തിട്ടുള്ളത് മിഥുൻ മാനുവൽ തോമസ്, പിന്നെ പ്രൊഡക്ഷൻ വിജയ് ബാബു, വേണു കുന്നപ്പള്ളി, പിന്നെ സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുള്ളത് അഖിൽ ജോർജ്, ആൻഡ് എഡിറ്റിംഗ് ലിജോ പോൾ, മ്യൂസിക് ഷാൻ റഹ്മാൻ, പിന്നെ പ്രൊഡക്ഷൻ കമ്പനീസ് ഫ്രൈഡേ ഫിലിം ഹൗസ് ആൻഡ് കാവ്യ ഫിലിം കമ്പനി. അപ്പോൾ മൊത്തത്തിൽ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ആട് 1 ആട് 2 എങ്ങനെയായിരുന്നു അതേ രീതിയിൽ തന്നെ എന്താ പറയുക, സിനിമ എൻഗേജിങ് ആയിട്ട് തന്നെ ഷാജി പാപ്പനും പിള്ളേരും ഈ ഒരു സിനിമ കൊണ്ടുപോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിലുള്ള ഓരോരുത്തരുടെ എൻട്രീസ്, അതിപ്പോൾ ഷാജി പാപ്പൻ്റെ ആയിക്കോട്ടെ, പിന്നെ മാത്രമല്ല സർബത്ത് ഷമീറിൻ്റെ ആയിക്കോട്ടെ, ഡ്യൂഡ്, ഓരോരുത്തരുടെ എൻട്രീസ്, അതായത് ഓരോ ടൈം, പിന്നെ സണ്ണി വെയിൻ, സാത്താൻ സേവിയർ, ഇവരൊക്കെ ഓരോ ടൈമിലുള്ള ഓരോ എൻട്രീസൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇവരൊക്കെ കോമഡീസും അത് പറയണ്ട. പ്രത്യേകിച്ച് കൂടുതലായിട്ടും എനിക്ക് വർക്ക് ചെയ്തിട്ടുള്ളത് എന്താ പറയുക, നമ്മുടെ ഷാജി പാപ്പൻ്റെ കോമഡീസാണ്. പക്ഷേ ഇത് ഷാജി പാപ്പൻ്റെ മാത്രമല്ല, സാത്താൻ സേവിയർ, ഷമീർ, പിന്നെ നമ്മുടെ ക്ലീറ്റസ്, ധർമ്മജൻ തുടങ്ങിയിട്ട്, പിന്നെ അറക്കലബു, അവരൊക്കെ കോമഡീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും നല്ല രീതിയിൽ അടിപൊളിയായി നന്നായി വർക്കൗട്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി കൂടുതൽ വർക്കൗട്ട് ചെയ്ത് നമ്മുടെ ഷാജി പാപ്പൻ്റെ കോമഡീസാണ്. അത് ഫസ്റ്റ് ഹാഫ് അതെ, സെക്കൻഡ് ഹാഫ് അതെ. പിന്നെ ഈ ഒരു സിനിമയിൽ എനിക്ക് എന്താ പറയുക, ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് തോന്നിയിരിക്കുന്നത് പറയുന്നത് ഇതിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത് എനിക്ക് അൺസാറ്റിസ്ഫാക്ടറി എൻഡിങ് ആയിരുന്നു. കാരണം പെട്ടെന്ന് ഈ ഒരു സിനിമ അവസാനിച്ചു എന്ന് നമുക്ക് തോന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം എന്താ പറയുക, ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ടൈം പോകണത് തന്നെ അറിയില്ല. ഈ ഒരു സിനിമ അവസാനിച്ചു എന്ന് തന്നെ നമുക്ക് തോന്നില്ല. ആ ഒരു എൻഗേജിങ്, ആ ഒരു വൈബിൽ തന്നെ നമ്മൾ ഈ ഒരു സിനിമയിൽ പോകും. എന്താ പറയുക, ടൈം, ഞാൻ നേരത്തെ പറഞ്ഞ ടൈം പോകണതിന് അറിയില്ല. പെട്ടെന്ന് തന്നെ ഇത് റിട്ടേൺ ഡയറക്ടഡ് ബൈ എന്താ പറയുക മിഥുൻ മാനുവൽ തോമസ് അങ്ങനെ കാണിക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് ഈ സിനിമ എൻഡിങ്, അതായത് സിനിമ ഏതാണ്ട് കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാവും തന്നെ. പിന്നെ ഈ ഒരു സിനിമയിൽ നമ്മൾ ട്രെയിലർ കണ്ട പോലെ ഏതൊക്കെയോ നൂറ്റാണ്ട്, അതായത് കുറേ കാലം മുമ്പ്, നൂറ്റാണ്ട് കാലഘട്ടത്തെ ചില ചരിത്രങ്ങൾ കാണിക്കുന്നുണ്ട്. അതായത് 1700 AD ഷാജി പാപ്പനും പിള്ളേരും, സാത്താൻ സേവിയർ, സർബത്ത് ഷമീർ, പിന്നെ PP ശശി, ഇവരൊക്കെ എന്താ പറയുക പെർഫോമൻസ് കാണിക്കുന്നുണ്ട്. നല്ല രീതിയിലായിരുന്നു അത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ 1700 BC, അതായത് കാലഘട്ടത്തിലത്തെ കാണിക്കുമ്പോൾ അതിലത്തെ വിഷ്വൽ ഗ്രാഫിക്സ് ക്വാളിറ്റി, സിനിമാറ്റോഗ്രാഫി ഒക്കെ നല്ല രീതിക്ക് തന്നെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സിനിമത്തെ ഷാജി പാപ്പൻ്റെ ഒരു എൻട്രി, പിന്നെ ഈ ഡ്യൂഡിൻ്റെ എൻട്രി, അതായത് ഈ ഡ്യൂഡിൻ്റെ എന്താ പറയുക ഒരു ബീജമുണ്ടല്ലോ, ഹീസ് ദ ഡ്യൂഡ് എന്ന് പറഞ്ഞിട്ട്, ആ ഒരു എൻട്രി തന്നെ ഒന്നും പറയില്ല. അതായത് തകർത്ത് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഈ ആട് 1 ആട് 2 ആട് 3 ഈ 3 ഫ്രാഞ്ചൈസ്, അതായത് ഈ 3 ഫിലിംസ് അങ്ങനെ തന്നെ തകർത്ത് ആ ഒരു എൻഗേജിങ് രീതിയിൽ ഫസ്റ്റ് ഹാഫ് അതെ, സെക്കൻഡ് ഹാഫ് അതെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഇവർക്ക്. അതാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം, പ്രത്യേകിച്ച് പറയാനുള്ളത്. എന്തായാലും നല്ലൊരു ഫൺ ഫാമിലി എൻ്റർടൈനറാണ്. മാത്രമല്ല ഇപ്പോൾ ചിലർക്കൊക്കെ എന്താ പറയുക എക്സാംസ് നടക്കുന്ന ആൾക്കായിരിക്കും. അപ്പോൾ എക്സാംസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫാമിലിനെ കൂട്ടിയിട്ട് പോയി കാണാൻ പറ്റിയ നല്ലൊരു ഫൺ ഫാമിലി എൻ്റർടൈൻമെൻറ്റ് പടമാണ് ഈ ഒരു പടം എന്ന് പറയുന്നത്. നല്ല രീതിയിൽ എന്നെ അടിപൊളിയായിട്ട് വർക്കും ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, നമ്മൾ അത്രയധികം കുറേ നാളത്തെ പ്രതീക്ഷയായിരുന്നു കാത്തിരുന്നത്. അതായത് കഴിഞ്ഞ കൊല്ലം തൊട്ട് തന്നെ നമ്മളിത് കാത്തിരിക്കുകയാണ്. അതായത് ആട് 3യുടെ ഓരോ അപ്ഡേറ്റ്സ് പറയാനായിട്ടായാലും എന്താ പറയുക ഓരോ കാര്യങ്ങളൊക്കെ, ആ ഒരു രീതിയിലുള്ള ഒരു എല്ലാ സെറ്റപ്പും ഈ ഒരു പടത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാവരും പെർഫോമൻസ് ആയിക്കോട്ടെ, പിന്നെ കോമഡി ആയിക്കോട്ടെ, എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷാജി പാപ്പൻ്റെ കോമഡി, അതായത് സെക്കൻഡ് ഹാഫിലും ഫസ്റ്റ് ഹാഫിലും ആൾ ഒരേ ലെവലാണ് കോമഡീസ് ഉണ്ട്. പക്ഷേ കൂടുതലും എന്താ പറയുക ചിരിക്കാനുള്ള വകുപ്പ് കൂടുതലും, നമ്മൾ ചിരിച്ച് മരിക്കണ ഒരു കോമഡീസ് പറയുന്നത് തീർച്ചയായിട്ടും ഫസ്റ്റ് ഹാഫിലാണ്. എന്താ പറയുക സെക്കൻഡ് ഹാഫിനെക്കാട്ടും കൂടുതലും ഫസ്റ്റ് ഹാഫിലാണ്. പടത്തിൻ്റെ രീതിയിൽ തന്നെ എൻഗേജ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉറപ്പായിട്ടും ഈ ഒരു പടം ഇഷ്ടപ്പെടും. അത് എന്തായാലും തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് ഈ ഒരു ആട് ഫിലിം ഫ്രാഞ്ചൈസ് തന്നെ, അതായത് ആട് ഫിലിം ഫ്രാഞ്ചൈസിൻ്റെ ഫാൻസ് തന്നെ ഈ ഒരു ആട് ഫിലിമിനെ സ്പെഷ്യലായിട്ട് ഫാൻസ് ഉണ്ടാവും. അതായത് ജയസൂര്യനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ജയസൂര്യയുടെ ആട് എന്ന ഒരു സിനിമ, ആ സിനിമയ്ക്ക് മാത്രമായിട്ട് പ്രത്യേകമായിട്ടൊരു ഫാൻസ് ഉണ്ടാവും. ആ ഫാൻസുകാർക്ക് എല്ലാവർക്കും മച്ച് തിയേറ്റർ വാച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. ഒപ്പം തന്നെ ഷാജി പാപ്പൻ്റെ കംബാക്ക് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇതൊരു മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്ത് കാണണം. അത് ഷാജി പാപ്പൻ്റെ കോമഡീസും ആളുടെ എൻട്രീസും ഒക്കെ മസ്റ്റായിട്ട് നിങ്ങൾ തിയേറ്ററിൽ വാച്ച് ചെയ്ത് കണ്ടിട്ട് പടമാണ്. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെയാണ് എൻ്റേതായ അഭിപ്രായങ്ങൾ. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താ പറയുക താഴത്തെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു മൂവി റിവ്യൂ വരുമായിരിക്കും. ഗുഡ് ബൈ.